കേരളം അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടറെ, അതും തന്റെ പരിക്ക് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെയാണ് മയക്കുമരുന്നിന് അടിമയായ സന്ദീപ് എന്ന നരാധമൻ കൊലക്കത്തിക്ക് ഇരയാക്കിയത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് വന്ദനയുടെ ദാരുണമായ കൊലപാതകം. വന്ദനയുടെ കൊലപാതകത്തിന് ശേഷവും ആശുപത്രികളിൽ ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നടന്നത് കേരളത്തെ വീണ്ടും ഞെട്ടിക്കുകയാണ്. ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ജീവൻ കയ്യിൽ പിടിച്ച് ജോലിയെടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ. ഈ സാഹചര്യം ആവർത്തിക്കപ്പെടാതിരിക്കാൻ സർക്കാർ ആശുപത്രി സംരക്ഷണ ഓർഡിനൻസ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം എത്രമാത്രം ഫലപ്രദമാകും എന്ന കാര്യം സംശയമാണ്. എന്തായാലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക പരിശീലനം നേടിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആശുപത്രികൾ നിയമിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. സ്വകാര്യ ആശുപത്രികളിൽ മാനേജ്മെന്റും സർക്കാർ ആശുപത്രികളിൽ ആശുപത്രി വികസന സമിതികളുമാണ് നിലവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. ഇവർക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ളതോ ആയ പരിശീലനങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ സാഹചര്യത്തിൽ സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ആശുപത്രികളിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ശാസ്ത്രീയ പരിശീലനം നൽകി നിയമിക്കാനാണ് IMA പദ്ധതി തയ്യാറാക്കുന്നത്. ആവശ്യമുള്ള ആശുപത്രികൾക്ക് പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരെ IMA നൽകുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സർക്കാർ ആശുപത്രികൾ ആവശ്യപ്പെട്ടാൽ അവിടേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരെ നൽകും. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായാൽ സർക്കാരുമായും പോലീസുമായും ചർച്ച നടത്തും. സർക്കാർ തലത്തിൽ അനുമതി ലഭിച്ചാലേ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ. എന്നാൽ ഇപ്പോഴുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകില്ല. ആശുപത്രിയിൽ എത്തുന്നവരോട് എങ്ങനെ പെരുമാറണം, അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടണം, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഇടപെടൽ ആവശ്യം തുടങ്ങിയ കാര്യങ്ങളിൽ പരിശീലനം നൽകും. ഡോക്ടർമാർ രോഗികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച പരിശീലനം IMA ഇതിനോടകം നൽകി തുടങ്ങിക്കഴിഞ്ഞു. രോഗിയുടെ മരണം ബന്ധുക്കളെ അറിയിക്കുന്ന രീതി, രോഗികളോടുള്ള പെരുമാറ്റ രീതി എന്നിവ സംബന്ധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും PG വിദ്യാർത്ഥികൾക്കുമാണ് ക്ലാസുകൾ നൽകുന്നത്. വിദഗ്ധർ പരിശീലനം നൽകിയ ഡോക്ടർമാരാണ് ക്ലാസുകൾ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓരോ പദ്ധതികൾ നടപ്പാക്കാൻ അധികാരികൾ തയ്യാറാകുന്നുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ അവയൊക്കെ എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് എന്നന്വേഷിക്കാൻ ഒരു സംവിധാനവും നിലവില്ല. ഇത്തരത്തിൽ നടപ്പിലാക്കുകയും തുടർന്ന് വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയും ചെയ്ത പരിഷ്കാരങ്ങൾ നിരവധി ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇതും അത്തരത്തിൽ ഒന്നാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.